ആകസ്മികമായൊരു കൂട്ടായ്മ തളിരിട്ടതാസ്വദിക്കുന്നു ഞാനതു ഹൃദയാന്തരങ്ങളിൽ. ആകസ്മികമായൊരു കൂട്ടായ്മ തളിരിട്ടതാസ്വദിക്കുന്നു ഞാനതു ഹൃദയാന്തരങ്ങളിൽ. ആകുലതകൾ നിറഞ്ഞൊരി ദിനങ്ങളിലിതനുഭവ സാക്ഷ്യമൊരു സൗഗന്ധമാരുതനാ. ആകുലതകൾ നിറഞ്ഞൊരി ദിനങ്ങളിലിതനുഭവ സാക്ഷ്യമൊരു സൗഗന്ധമാരുതനാ. അറബിക്കടലിരമ്പൽ കേട്ടു കേട്ടു നാം ആനന്ദിച്ചർമാദിച്ചൊരു കുറുമ്പു കുട്ടിക്കാലം ആഗതമാകില്ലിനിയൊരിക്കലും. എങ്കിലും ആശിപ്പൊരു മടക്കയാത്രയാ കാലത്തിലേക്ക്. മുത്തൊളി നീലേ ഒരു മണി മുത്തൊളി നീലേ. നീല നീലവാനമദാ നീല നീലവാനമദാ വാരിധി പോലെ അനന്തമായി ചേലെഴുന്നൊരു മേഘമദാ ലോലമേഘതരംഗമായി. നീല നീലവാനമദാ നീല നീലവാനമദാ. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ. തണലത്തരമതിലും എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിശിഷ്ട സാറിൻ്റെയും അതുപോലെ തന്നെ പ്രദീപിൻ്റെയും ആത്മാവിനെ എല്ലാവരും ഒന്ന് എണ്ണിച്ച് ഇന്നലെ ആചരിച്ച പ്രോഗ്രാമാണ്. അടുത്ത ചടങ്ങ് നമുക്ക് വന്നവരെല്ലാം സ്വാഗതം ചെയ്യാൻ വേണ്ടി
നമ്മുടെ ശാന്തിയെ ക്ഷണിച്ചോളൂ. ഇങ്ങോട്ട് തിരിഞ്ഞേ, അങ്ങോട്ട് അവിടോട്ട് മതി. സഹപാഠി സംഗമത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ കോർഡിനേറ്ററായ ഹരികുമാറിന് എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സംഗമത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഹലോ. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സാറിനും ഗണക സാറിനും എൻ്റെ വ്യക്തിപരമായ പേരിലും പിന്നെ ഞങ്ങളുടെ സഹപാഠിയുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ കൂടി വന്ന എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരികൾക്കും പിന്നെ അവരുടെ ഫാമിലിക്കും എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मा तस्मै श्री गुरुवे नमः. तस्मै श्री गुरुवे नमः. तस्मै श्री गुरुवे नमः. ആന്തരിക ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തതായി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഒത്തുകൂടിയ ഗണാ സാറും ജോസ് സാറും നമ്മുടെ കൂട്ടായ്മയെ പറ്റി നമ്മുടെ ഈ കുട്ടികളുടെ പഴയകാല ഓർമ്മകളും ഒക്കെ ഉണ്ടല്ലോ. സാറ് പറഞ്ഞ് മിനിയെ വിളിക്കുന്ന പേരും ഒക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരിക്കും. ഗണകൻ സാറിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. സാർ ഇരുന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. നമ്മളെ കുറെ നിർത്തിയതാ. ഏതൊരു മനുഷ്യന്റെയും പ്രധാനം. ആദരവിനെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുന്നു. അത്യപൂർവമായ ഒരു സംഗമമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനേകം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആദരവിൻ്റെതായിരിക്കുന്ന ഒരു അഭിമുഖത്വം ഇപ്പോഴാണ് സമാഗതമായിരിക്കുന്നത്. എനിക്കൊന്ന് പമ്പയുടെ തീരത്ത് നിന്നുള്ള ആ സുഗന്ധമുള്ള കാറ്റേറ്റായിരിക്കുന്ന ഇങ്ങനെ ഒരു അനുഭൂതി വിശേഷം നിങ്ങളുടെ അന്തരാത്മാവിലെ കുടികൊണ്ടതെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു അഭിമുഖം നമുക്ക് ഭഗവാൻ ഒരുക്കിയതാണ്, ഒരു ഈശ്വരൻ ഒരുക്കിയതാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. പിന്നെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സാർവത്രികമാണെങ്കിലും ഈ പാൽ കോളേജിൻ്റെ ജന്മം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ അറിയാം. കാരണം കോളേജിലെ അഡ്മിഷൻ കിട്ടാതെ വരുന്ന കുട്ടികളെ പഠിക്കണം എന്നൊരു താല്പര്യം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാകും. അതിലൂടെ കൈവന്നിരിക്കുന്ന ഒരു മഹാഭാഗ്യമായിരുന്നു യഥാർത്ഥ ഒരു കാലഘട്ടത്തിൽ പാരൽ കോളേജ്. ഇന്നിപ്പോൾ പാരൽ കോളേജ് ഇല്ല, വളരെ ദുർബലമാണ്. എന്ന് വെച്ചിരുന്നാൽ അപ്സര കോളേജൊക്കെ ഒരു കോളേജിന് തുല്യമായിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വിട്ടതാണ്. അതുപോലെ തന്നെ അനുപമ കോളേജ്, പിന്നെ നൈസിയം കോളേജ്, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം പേരെടുത്ത സ്ഥാപനങ്ങളാണ്. ഒരു അധ്യാപകനെ അവിടെ സെലക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാളുടെ സർവ്വതോമുഖമായ ഗുണങ്ങളെ പരിശോധിച്ചതിന് ശേഷമായിട്ട് മാത്രമേ അവിടെ അധ്യാപകരായിട്ട് നിയമിക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു അധ്യാപകനെ ക്വാളിറ്റി ഉള്ളവനാണോ, അയാൾക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കുമോ, അവരുടെ വൊക്കാബുലറി എത്രമാത്രമുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ആഴത്തിലും പരപ്പിലും പഠിച്ചതിന് ശേഷമായിട്ട് മാത്രമേ ഒരു അധ്യാപകരെ അവിടെ നിയമിക്കത്തുള്ളൂ. ഇന്നൊരു സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒന്നും അല്ലായിരുന്നു അന്ന് പാൽ കോളേജ് പഠിപ്പിച്ചിരുന്നത്.
ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഭാഗ്യവന്മാരാണ്, ക്വാളിറ്റീസ് ഉള്ളവരാണെന്ന് അല്ലേ? ഞങ്ങൾ ഭാഗ്യവാന്മാരുമാണ്. ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. സുരസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൃശ്യത്തിൽ വലിയൊരു ഓർമ്മയാണ്. അനേകം കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് സാധിച്ചിരുന്ന ഒരു അവസ്ഥാവിശേഷമാണ്. വ്യക്തിപരമായിരിക്കുന്ന ബന്ധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഞാനത് അവതരിപ്പിക്കുന്ന അത്ര സുഖവുമല്ല. കാര്യം വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് സുരസാറുമായിട്ട്. അപ്പം ഞാനീ പറഞ്ഞിരിക്കുന്ന ഗുണാംശങ്ങളുള്ളവരെ മാത്രമേ അദ്ദേഹം സ്വാംശീകരിച്ചിരുന്നുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. പിന്നെ ലൈസെറ്റിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. അപ്സരായി പഠിപ്പിച്ച നിങ്ങളുടെ സ്നേഹോഷ്മളമായിരിക്കുന്ന ഈ ഒരു അഭിവാഞ്ച എന്നെ സന്തുഷ്ടനാക്കുന്നു. എല്ലാവിധമായ നന്മകളും നേരുന്നു. സർവമംഗളവും ഈശ്വരൻ പ്രദാനം ചെയ്തെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ വികസിക്കും. ജോസ് സാറിന് മൈക്ക് കൈമാറുകയാണ്. ഏറ്റവും ആദരവും എൻ്റെ സഹപ്രവർത്തകൻ ഗണേശ് സാർ, ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്ന ഹരികുമാർ, എന്നും നിങ്ങളുടെ സ്നേഹം ഞാൻ തിരിച്ചും എന്നോട് ഇങ്ങോട്ട് സ്നേഹിക്കുന്ന എൻ്റെ കുട്ടികൾ. ഞങ്ങളെ ഇത്ര വലുതാണെങ്കിൽ ഞങ്ങൾ അധ്യാപകരും ഞങ്ങളുടെ കുട്ടികളും അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെ ഒരു സുരസാറിനെ അനുസ്മരിക്കാതെ നമ്മുടെ ഈ സംഘം ശരിയാകും. സുരസാറ് ഒരു പാരൽ കോളേജ് രംഗത്തെ വലിയൊരാളാണ്. എങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണമെന്ന്, വിദ്യാർത്ഥികളെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്, അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണം, വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. സാറൊക്കെ ഒരിക്കലും അപ്സരയിൽ നിന്ന് പോയതല്ല. സാർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സാറിൻ്റെ ജ്യോത്സ്യ വിദ്യാഭ്യാസത്തിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഒരിക്കലും സാർ അവിടുന്ന് ഒരു സുരസാറുമായിട്ട് വിരോധിച്ച് പോയി. സഞ്ജയ് ജോൺ അയാൾ ഇടയ്ക്കൊക്കെ ടി വിയിലൊക്കെ ഓരോ പ്രോഗ്രാമിൽ അവരുടെ പേര് കാണും. ഞാൻ അടുത്ത സമയത്തൊരു അല്ലല്ല ടി വി പാട്ട് പാടും. അന്നേ വലിയ കഴിവുള്ള ആളാണ്. ഞാൻ അടുത്ത സമയത്ത് ഒരു ഞാൻ എല്ലാ ക്ലാസ്സിലും അവസാന സമയത്ത് ഒരു 5 മിനിറ്റ് പാട്ട് പാടാൻ കഴിവുള്ളവരെ കൊണ്ടൊക്കെ പാട്ട് പഠിപ്പിക്കുക, ക്ലാസിന്റെ വിരസതയൊക്കെ അകറ്റാൻ. സാർ കേൾക്കുമായിരുന്നു. സജയ് ജോണിനെ അടുത്ത സമയത്ത് ഞാൻ കണ്ടു. ഒരു മല്ലപ്പള്ളിയിൽ വെച്ചൊരു മരണ വീട്ടിൽ വെച്ചു. അപ്പോൾ പിന്നെ അധ്യാപകനാണ്. ഞാൻ പറഞ്ഞു ടി വിയിലെ ഓരോ പ്രോഗ്രാമിനകത്ത് സജയുടെ പേര് കാണുമ്പോൾ സജയ് ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനെന്ന് പറഞ്ഞു. അന്നമ്മയുടെ അന്ന് എനിക്കറിയില്ല. അന്നമ്മ അന്ന് TTC പാസ്സായതിനു ശേഷം നാരാമണെന്ന് TTC പാസ്സായതിനു ശേഷമാണ് പിന്നെ ശാന്തിയൊക്കെ ക്ലാസ്സിൽ കിൽക്കാൻ പറ്റികളായിരുന്നു. എല്ലാ കുട്ടികളുടെയും മുഖപരിചയം വെച്ച് പക്ഷെങ്കില് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പെട്ടെന്ന് പേരുകൾ റീകളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളായിരിക്കണം. ഞങ്ങളെപ്പോഴും പറയും, ട്യൂട്ടോറിയൽ സാറന്മാർ കൂടുമ്പോൾ പറയും, നമ്മൾ പഠിപ്പിച്ചിട്ട് വലിയ നിലയിൽ വന്നവരൊക്കെ നമ്മളെ വഴിവെച്ച് കണ്ടാൽ മിണ്ടില്ല. അതേസമയം നമ്മൾ പഠിപ്പിച്ചിട്ട് സാധാരണക്കാരായി ജീവിക്കുന്നവർ ഓടി വന്ന് പറയും ഇതെൻ്റെ സാറാന്ന് പറയും. അല്ലാത്തവരൊക്കെ ട്യൂട്ടോറിയൽ പഠിച്ചത് മോശമാണെന്നൊക്കെയുള്ള ഒരു ചിന്ത. അങ്ങനെയൊന്നുമല്ല. സമാന്തര വിദ്യാഭ്യാസം കേരളത്തിലെ ഉണ്ട്.
അപ്പം നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തേർഡ് ഗ്രൂപ്പിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒരു 60-70 കുട്ടികളുണ്ടായിരുന്നു. ഒരുപാട് നിങ്ങളുടെ ബാച്ചിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ശക്തമായി മറ്റുള്ള സയൻസ് ബാച്ചുകളായിരുന്നു അന്ന് കുറുപ്പ് സാറിൻ്റെ അവിടെ. കുറച്ച് പേര് ഒരുപാട് രാജ്യത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് ലീഗൽ അഡ്വൈസറായിട്ടൊക്കെ വരുന്നത്. നമ്മളൊക്കെ വളരെ ലേറ്റ് ആയിട്ടാണ് വക്കീൽ ജോലി ആയിരുന്നു. സാധ്യതകളുള്ള പഠനശാല തന്നെയാണ്. LLB പാസ്സായതുകൊണ്ട് മാത്രമല്ല ഒരു വക്കീലാകും. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ വിധികൾ നിരന്തരമായി പഠിക്കുക. അതൊക്കെ രാജ്യത്തെ നിയമം ഓരോ കാലഘട്ടം അങ്ങനെ വായനയും പഠനമുള്ള വക്കീൽ ജോലി വളരെ രസകരമാണ്, വളരെ അട്രാക്റ്റീവാണ്. വലിയ തോതിൽ എൻ്റെ അകത്തൊക്കെ മുന്നേറാൻ കഴിയും. ഞാനത് ചെയ്യാത്തതിൻ്റെ പരിമിതികൾ കൊണ്ടൊക്കെയാണെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. മോൾ പഠിക്കുന്നു. ഈ സായാഹ്നത്തിൽ പങ്കെടുത്ത എൻ്റെ വിദ്യാർത്ഥികളോടൊപ്പം അവരുടെ മക്കളെയും ജീവിത ആശംസകൾ നേരുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം ഞങ്ങളുടെ സ്നേഹവും അറിയിക്കും. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നിർത്തുന്നു. നമ്മുടെ ഗുരുക്കന്മാരുടെ വിലപ്പെട്ട അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്തും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളോട്. സാറ് പറഞ്ഞ പോലെ ശരി, അവരവരുടെ അനുഭവങ്ങളും എല്ലാം ഒന്ന് വന്ന് പറഞ്ഞു. ബസ്സിൽ ആദ്യം പരിചയപ്പെടുത്തി. ചേട്ടനെ പറ്റി പറയാൻ ഇത്ര ബുദ്ധിമുട്ട്? ചേട്ടനെ പറ്റി പറഞ്ഞ പേര് വെക്കാൻ ധൈര്യമായിട്ട് പറഞ്ഞു. എല്ലാരും പറയണം കേട്ടോ, ഒരു സൈഡിൽ നിന്ന് മൈക്ക് വെച്ച് പറഞ്ഞു. നീ അല്ല നീ എൻ്റെ പേര് സിന്ധു. എനിക്ക് 2 മക്കളുണ്ട്. എന്നെ കോട്ടയ്ക്കകത്താണ് കല്യാണം കഴിച്ചേക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് പേര് ജയന്. കണ്ടിട്ടില്ലേ? പിന്നെ വേറെ വിശേഷം കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകും. കുട്ടികൾ 2 പേര്. ഒരാൾ MBBS പഠിക്കുന്നു, ഒരാൾ 12. എൻ്റെ പേര് മഞ്ജു. എനിക്ക് കുട്ടികളില്ല. ഹസ്ബൻഡുണ്ട് കൃഷ്ണകുമാർ. ആലപ്പുഴയാണ്. അവിടെ സ്കൂളിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ദീപ. ഹസ്ബൻഡിൻ്റെ പേര് അനികുമാർ. ബിസിനസ് ചെയ്യുന്നു. 2 മക്കള് ആൺപിള്ളേരാ. പൊന്നെന്തോടത്താണ്. ഒരു മോന് ദുബൈ വർക്ക് ചെയ്യുന്നു, ഒരു മോൻ ഇപ്പോൾ പഠിക്കുന്നു. ഹലോ, അല്ലല്ല ഇവിടെ പറഞ്ഞാൽ മതി. 2 കുഞ്ഞുങ്ങള്. മോന് ഫോറൻസിക് PG കഴിഞ്ഞു. ഇപ്പോൾ ചെറിയൊരു ജോലിയുണ്ട്. മോള് BSc നേഴ്സിംഗിന് രാഷ്ട്രീയമാണ്. ഡിസംബർ വരെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ട്. ഇവിടുത്തെ വർക്കൊക്കെ ആയിട്ട് പോകുന്നു. അംഗൻവാടിയിൽ ചെറിയ ജോലിയുണ്ട്. മനസ്സിലായില്ല. അങ്ങനെയൊക്കെ പോകുന്നു ജീവിതം. ഇത്രയൊക്കെ ഉള്ളൂ. സന്തോഷം. അല്ല അവിടെ ബെറ്റർ ഇങ്ങോട്ട് വരട്ടെ. സിന്ധു ഇവിടെ പിള്ളേരായിരിക്കും. സിന്ധു നീ ഇങ്ങോട്ട് കയറി നിൽക്കുക. കാറ്റടിക്കുന്നുണ്ടോ? കോട്ട അവിടെയാണ് കെട്ടിച്ചിരിക്കുന്നത്. 2 മക്കള്. ഭർത്താവ് സൗദിയിലാണ്. ഒരാളുണ്ട്.
മോന് ഇനി 8ാം ക്ലാസ് കേട്ട് പഠിക്കാൻ കവിത വല്യമ്മയായി. എൻ്റെ പേര് കവിത. ഹസ്ബൻഡുണ്ട്, 2 മക്കള്. വല്യമ്മോടെ കല്യാണം കഴിഞ്ഞു, പ്രസവിച്ച് കിടക്കുന്നു. കൊച്ചുമോള് BA പഠിക്കുന്നു. എൻ്റെ പേര് റീന. ഞാൻ മാവേലിക്കരയാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല. ആന്റെ പേര് ബോച്ച. എൻ്റെ പേര് ജോയ്സ്. ഹസ്ബൻഡ് നാട്ടിൽ തന്നെയാണ്. 2 മക്കള്, 2 ആൺപിള്ളേര്. മൂത്തവൻ ഫോറൻസിക്ക് പഠിക്കുന്നു, ഇളയവൻ +2. എനിക്ക് ആദ്യമേ ഗണേശ സാർ എന്നെ വിളിച്ച പേര് എനിക്കത് കേൾക്കണം. എൻ്റെ പേര് മിനി. ഹരിപ്പാടാണ് സ്വദേശം. എൻ്റെ വീട് സ്വന്തം വീട് മാരാവനാണ്. എന്നെ കെട്ടിച്ച ഹരിപ്പാടാണ്. പിന്നെ ഹസ്ബൻഡ്, 2 മക്കള്. മോളിപ്പം 2 മാസമായി ദുബായ് ജോലിക്ക് കയറി. മോൻ +2 കഴിഞ്ഞു. ഹസ്ബൻഡ് സിംഗപ്പൂരിലായിരുന്നു. കൊറോണ സമയത്ത് വന്ന് തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇപ്പം നാട്ടിൽ ചെടിയുടെ ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വെക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ പഴയ കാര്യങ്ങളും പഴയ വിദ്യാഭ്യാസ ജീവിതമൊക്കെ അന്ന് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഓർക്കും, നമ്മളെല്ലാവരും ഒന്ന് കണ്ടിരുന്നെങ്കിൽ എപ്പോഴും ചിന്തിക്കും. നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മളെല്ലാവരും ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന്. പക്ഷെ അന്നേരമൊക്കെ നമുക്ക് പലരും പല സ്ഥലത്തായതുകൊണ്ട് ഒന്ന് ഫേസ്ബുക്ക് പോലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ സുപ്രഭാതത്തിലാണ് മഞ്ജു എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഹരി വിളിച്ചു. ഞാനും ഹരി അടുത്തടുത്ത് താമസിക്കുന്നത്, ഹരിപ്പാട്. അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. അതിലെനിക്ക് ദീപായും വേറെ ആളുണ്ടായിരുന്നല്ലോ, ശാലിനി മുഖം ഇപ്പം ഓർമ്മ വരുന്നുണ്ട്. ചിലരൊക്കെ ഉള്ള എനിക്കൊന്നും ഇതായിപ്പോയി, ബാക്കിയെല്ലാവരും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓരോ വർഷം കഴിഞ്ഞാൽ നമുക്ക് വയസ്സ് കൂടി വരുവാണ്. എല്ലാവരും ഈ ലോകത്തുനിന്ന് പോവാണ്. അതിന് മുന്നേ എല്ലാവരെയും കാണാൻ പറ്റുകയും അതുപോലെ നമ്മുടെ 2 ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സുരസാറിൽ നിന്ന് എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. കാരണം തൊട്ടപ്പുറത്ത് ഇഷ്ടം പോലെ ക്ലാസ്സിൽ ഞാൻ ഞൊളച്ച് കയറുന്നതിന് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവസാനം വായനൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യം. കാരണം അതുകൊണ്ടും ആ ഒരു പ്രചോദനമാണ്. ഞാനിപ്പോൾ എന്തായാലും എന്നെ ബോച്ചെന്ന് വിളിക്കുന്നു. പക്ഷെ എനിക്ക് ആ അദ്ദേഹത്തിന് വലിയ ബഹുമാനമുള്ള കാര്യമാണ്. എൻ്റെ MD എനിക്ക് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവുമാണ്. കാരണം എനിക്കിപ്പോൾ ഒരു നേരത്തെ അന്നത്തിനുള്ളതായാലും എനിക്ക് എന്ത് കാര്യം തരുന്നത് ആ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ബോച്ചെ എനിക്ക് അഭിമാനമുള്ളൂ, അല്ലെങ്കിൽ സന്തോഷമുള്ളൂ. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദി ബെസ്റ്റ്. എല്ലാ ഉയരങ്ങളിലും മക്കളായാലും കൊച്ചുമക്കളായി ഒരുപാട് കൊല്ലം എല്ലാ ഫ്രണ്ട്സും ജീവിക്കാൻ സർവീസിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എനിക്ക് 3 മക്കളാണ്. ഞങ്ങൾ വിദേശത്തായിരുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് 8 വർഷമായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൻ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. 2ാമത്തെ മോൾ 10ൽ, 3ാമത്തെ മോൾ 6ൽ. ഞങ്ങൾ തിരുവല്ലയിലാണ് താമസിക്കുന്നത് കുടുംബമായിട്ട്. ഇപ്പം ഞാൻ പ്രകൃതി ചികിത്സ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. തിരുവല്ലയിലാണ്, ഓഫീസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ജോസ് സാറിനെയും ഗണേശ സാറിനെയൊക്കെ കാണാൻ പറ്റിയതിൽ. അതുകൊണ്ട് തന്നെ നാട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ല. എൻ്റെ പേര് ശാലിനി. മൈക്ക് വേണ്ട. സാറാണ് എൻ്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ നോക്കാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. എൻ്റെ ഇളയ മോളാണിത്. എൻ്റെ വലിയ മോള് കല്യാണം കഴിഞ്ഞ് പാലക്കാട് കൊടുവായൂരാണ് അയച്ചേക്കുന്നത്. പിന്നെ ഹസ്ബൻഡിന് ഒരു 12 ഓപ്പറേഷൻ, കാലിന് സുഖമില്ലായ്മ വന്ന്. സാറിനെ അറിയാം, ഇറക്കി ക്ഷേമം സാറിൻ്റെ അടുത്ത് പോയിരിക്കും. അങ്ങനെയൊക്കെ ഇപ്പം ജീവിച്ചു പോകുന്നത്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ 10-23 വർഷമായിട്ട്
ഗൾഫിലായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് നാട്ടിലുണ്ട്. നാട്ടിലിപ്പം അടൂരൊരു ചെറിയൊരു ബിസിനസ്സും ഒക്കെ ആയിട്ട് ഇൻഷുറൻസ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. എൻ്റെ വൈഫ് ശ്രീലത, ഒരു മോനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, കോളേജിലാണ് പഠിക്കുന്നത്. ജനറേഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛാ കേട്ട് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ലാതെ ദൈവാനുഗ്രഹത്താൽ സന്തോഷത്തോടെ പോകുന്നു. നമ്മളിങ്ങനെ കൂടാൻ പറ്റിയതും എല്ലാരെയും കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. നമസ്കാരം. സൗണ്ട് ഉണ്ടോ? ബേസ് കുറയ്ക്കും. മൈക്ക് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ വന്ന് ജോസാറിനെ കണ്ടപ്പോഴേ ആദ്യം ചോദിച്ച സാറിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. സാറിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അന്നേരം ആരോ ജോയ്സോ ആരോ ശാന്തിയോ ആരോ ഇങ്ങോട്ട് വന്നിരുന്നു. അതെ സാറിന്റെ ഒരു സ്റ്റൈല് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ടേബിളിലോട്ട് കയറി നിന്നിട്ട് ഇങ്ങനെ പുള്ളിയുടെ വെഡിങ് റിംഗ് ഇങ്ങനെ കറക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു സാറേ കയ്യിൽ റിംഗ് ഉണ്ടോന്ന് ആദ്യം ചോദിച്ചു. ഞങ്ങള് അല്ലാതെ കുറച്ച് പേഴ്സണലി സംസാരിച്ച ശേഷമാണ് ഓക്കെ അതിങ്ങനെ കറക്കുന്നത് ഞാൻ സാറിനോട് പറഞ്ഞു. അതുപോലെ ഞാൻ ഗണാ സാറ് വരുമ്പോൾ ചോദിക്കാതിരുന്ന സാധനം രജു നേരത്തെ കയറി അടിച്ചു കളഞ്ഞു. നിനക്കൊക്കെ പറ്റിയ പണി വെൽഡിങ് ഗ്യാസ് വെൽഡിങ് എന്ന് പറഞ്ഞത്. എന്തെങ്കിലും ഒരു സംശയം ചോദിച്ച് സാറിന് എന്താ പറയാ, സാറ് എപ്പോഴും നമ്മൾ പറയല്ലോ, ഇപ്പോഴാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ എന്താ ഈ തഗ് എന്ന് പറയുന്ന ഒരു പരിപാടി അല്ല, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. അന്നത്തെ കാലത്ത് സാറ് ഈ തഗ് അടിക്കുന്ന ആളായിരുന്നു അല്ലേ? നീ സാർമാരുടെ കുറ്റം പറയാൻ പോയി. ഞാനൊരു എന്താ പറയാ, നമുക്ക് പിന്നെ വലിയ ഇതൊന്നും അത് തന്നെ, നമുക്ക് വലിയ ഇതൊന്നുള്ള സ്ഥലത്തൊന്നും അല്ല നിൽക്കുന്നത്. ഇതല്ല എന്റെ കൂട്ടുകാരൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ എന്റെ കൂട്ടുകാരുടെ പേരിലൊക്കെ ഞാൻ അങ്ങനെ എന്റെ പേര് അനൂപ് കുമാർ. എന്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ഉള്ളൂ കുമാർ കേട്ടോ, വേറെ ആർക്കില്ല. ഏത് പേർ വിളിയിലും ആദ്യം എത്തും. അതാണ് അത് ഒരുപക്ഷെ എന്റെ അമ്മ അധ്യാപികയാണ് സാറേ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അന്ന് എന്റെ വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പേര്. അജയൻ, അരുൺ, അൻപിളി, അനൂപ്, അങ്ങനെ 4 പേരാണ്. അപ്പൊ എനിക്ക് പിന്നെ ഞാന് പിന്നെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു 1.5 വർഷമായിട്ട് നാട്ടിലുണ്ട്. വിദേശത്തായിരുന്നു 2001 മുതൽ ദുബൈയിലായിരുന്നു. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ന്യൂട്രൽ ഗിയർ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇങ്ങനെ പോകുന്നു. കാര്യം എൻ്റെ മകൻ്റെ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് നാൾ നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യ നേഴ്സായിരുന്നു, പുള്ളിക്കാരിയെ ജോലിക്ക് വിട്ടിട്ടില്ല മകനുണ്ടായ ശേഷം. അതായത് എൻ്റെ മകൻ 7 വയസ്സായി. 7 വർഷമായിട്ട് പുള്ളിക്കാരി ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി പണിക്ക് വിടാൻ തുടങ്ങി. നമ്മൾ വീട്ടിലിരിക്കുന്നു. ഓക്കെ, നമ്മളെ മാത്രം കളച്ചാൽ പോരാ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പം ജോബിന് പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സോഷ്യൽ റൺ ചെയ്യുന്ന ഇങ്ങനെ ഇല്ല സാറേ, അങ്ങനെ നമ്മൾ പറയാം. അപ്പം ഇതുപോലെ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയില്ല. സ്പെഷ്യലി നമ്മുടെ കൂട്ടുകാർ, എൻ്റെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് നാളിന് ശേഷം അന്ന് അവിടുന്ന് പിരിഞ്ഞു പോയതിന് ശേഷം കണ്ട ആൾക്കാരുണ്ട്. എല്ലാവരോടും വളരെ സന്തോഷം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഇങ്ങനെ അതും ഞാൻ പറയാം. ജീവിതത്തിൽ ഞാൻ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ ചെയ്തു. ഒരു മോളുണ്ട്. സാറ് ചോദിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്?
ഇന്നൊരു കല്യാണത്തിനുണ്ട്, അതുകൊണ്ടാണ് വരാൻ. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. 1 മാസമായി വന്നിട്ട് ഈ 12-ാം തീയതി തിരികെ പോവുകയാണ്. നമ്മൾ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. ഒന്നിച്ച് കൂടി ഇനി ഒന്നിച്ച് ആരൊക്കെ എപ്പം കൂടും ഒന്നും പറയാൻ പറ്റത്തില്ല, ഇല്ലേ ഇവരെ. അപ്പോൾ ഒരു അടിപൊളി ഒരു ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരിക്കും. കുട്ടികളും കുഞ്ഞുങ്ങളും പരവട്ടം എല്ലാം പടവട്ടം എല്ലാവരും. ഔപചാരികമില്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനൗപചാരികമായിട്ട് അത് പിന്നെ നമ്മുടെ അറിയാമല്ലോ. കൂട്ടുകൂടിയിരുന്ന് പാട്ട് പാടാം. അനൂപിന്റെ ഒരു പാട്ട് അപ്പോൾ ഉണ്ടായിരിക്കും. അനൂപിന്റെ ഒരു പാട്ടുണ്ടായിരിക്കും. ഒരു ഫോട്ടോ സെക്ഷൻ വെളിയിൽ. ഇത് കഴിഞ്ഞുള്ള പ്രോഗ്രാമിൽ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയാണ്. നമ്മുടെ ഗുരുക്കന്മാരെ നമ്മളെല്ലാം ഒന്നിച്ച് കഴിഞ്ഞിരിക്കുന്നു. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ തണലത്തരമതിലും മതിലിൽ ആലോലം പറയാതെ അറിയാതെ നിൻ തണലായി നിൽപ്പൂ ഞാൻ പാടി നിൻ പാൽക്കനവിൽ ആലോലം. ഒരു നേരം കാണാതെ ഉന്നിൽ ഉറങ്ങില്ല, അറിയും ഞാൻ എന്നും നിൻ വാത്സല്യം. ഒരു നേരം കാണാതെ ഉന്നിൽ ഉറങ്ങില്ല, അറിയും ഞാൻ എന്നും നിൻ വാത്സല്യം. നീ എന്തു പറഞ്ഞലയുന്നു അന്നാരം കുന്നാരം അല്ലിമലർ കാട്ടിയോ. ചിരിച്ചിരിയോ നിന്നും വരച്ചിരിയിൽ പിറന്നാൾ പിറയോ. തുടിയോ നീ തുടുതുടെ തുടുക്കുന്ന തിരുവാതിരയോ.
മാനം തെളിഞ്ഞു പോയി മഴമേഘം മറഞ്ഞു പോയി ഇന്നല്ലോ മിഴാവുമേളം തെയ്തൈ തെയ്യാട്ടം പെരുമ്പറധ്വനി ദിഗന്ധ ദുന്ദുബി ഉശിരു പകരും ഇതിന് പുതിയൊരാവേശം പടയുടെ പോരുബലം തരും തരും ജനമത് തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും ഇഷ്ടംപോലുണ്ട്. സ്വപ്നങ്ങൾക്കു സ്വർണ്ണവർണ്ണം എങ്ങും നിറനിറയോ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മും രാവിൻ ജനമത് തേടി വരും നേടി വരും ജയ ജയ ഭേരികളും കാഹളവും തകതിമി താളമേളം പാട്ടും കൂത്തും നാടിനാഘോഷം മനസ്സുകളേകതാളം തട്ടിപ്പാടും നമ്മളൊന്നാടേ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുറുമി നിന്നാട്ടെ തൊട്ടുറുമി നിന്നാട്ടെ വാടി പെൺമാനെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുറുമി നിന്നാട്ടെ തൊട്ടുറുമി നിന്നാട്ടെ വാടി പെൺമാനെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ
താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുറുമി നിന്നാട്ടെ തൊട്ടുറുമി നിന്നാട്ടെ വാടി പെൺമാനെ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുറുമി നിന്നാട്ടെ